ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അമ്മൂമ്മ കഥ കേട്ടാലോ? ഒരു പാവം അമ്മൂമ്മയുണ്ടായിരുന്നു. പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി വിട്ടിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അമ്മൂമ്മയുടെ വീടിനു സമീപം കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ ദിവസവും അവളുടെ വീട്ടുമുറ്റത്ത് കളിക്കാൻ വരും. അമ്മൂമ്മ കുട്ടികൾക്ക് പലഹാരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് കുട്ടികൾക്ക് അമ്മൂമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അമ്മൂമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തയ്യാറായി. കുട്ടികൾ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, അമ്മൂമ്മേ, ഇന്ന് പലഹാരമൊന്നുമില്ലേ? അമ്മൂമ്മ പറഞ്ഞു, ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത്. നിങ്ങൾ അരിയിലെ നെല്ല് പെറുക്കിക്കളയാമോ? കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, കളിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അമ്മൂമ്മ തനിയെ അരി വൃത്തിയാക്കി കഴുകി ഉണക്കാൻ വെച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും വന്നു, ഉണ്ണിയപ്പമായോ? അമ്മൂമ്മ പറഞ്ഞു, ഈ അരി കാക്ക തിന്നാതെ നോക്കാമോ? അവരും വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് കളിക്കാനുണ്ട് എന്ന് പറഞ്ഞു പോയി. അമ്മൂമ്മ അരി ഉണക്കി മില്ലിൽ കൊണ്ടുപോകാൻ തയ്യാറാക്കി. വീണ്ടും കുട്ടികൾ വന്നു. അമ്മൂമ്മ ചോദിച്ചു, ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാമോ? കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ വളരെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞു വെള്ളം കുടിച്ചു പോയി. പിന്നീട് അമ്മൂമ്മ ശർക്കരയും പഴവും വാങ്ങാൻ കടയിൽ പോയി. കുട്ടികൾ വീണ്ടും സഹായിക്കാതെ പോയി. ഒടുവിൽ അമ്മൂമ്മ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തു. മധുരമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഉണ്ണിയപ്പത്തിന്റെ മണം കേട്ട് കുട്ടികൾ ഓടിയെത്തി. അവർ ചോദിച്ചു, അമ്മൂമ്മേ, ഞങ്ങൾക്കും തരാമോ? അമ്മൂമ്മ ചോദിച്ചു, അരി വൃത്തിയാക്കിയതാര്? കുട്ടികൾ, അമ്മൂമ്മ. മില്ലിൽ കൊണ്ടുപോയതാര്? അമ്മൂമ്മ. ശർക്കര വാങ്ങിയതാര്? അമ്മൂമ്മ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാര്? അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മ ചോദിച്ചു, അപ്പോൾ ഇത് തിന്നേണ്ടതാര്? കുട്ടികൾക്ക് മറുപടിയില്ല. അവർ പതിയെ പറഞ്ഞു, അമ്മൂമ്മ. അമ്മൂമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കഴിക്കും, നിങ്ങൾ പോയി കളിക്കൂ. കുട്ടികൾ ദുഃഖത്തോടെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മൂമ്മയ്ക്ക് കരുണ തോന്നി. അവരെ വിളിച്ച് ഓരോരുത്തർക്കും ഉണ്ണിയപ്പം കൊടുത്തു. അമ്മൂമ്മ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ നിങ്ങൾ ഒരു സഹായവും ചെയ്തില്ല. ഇനി മടിയില്ലാതെ നല്ല കുട്ടികളാണണം. കുട്ടികൾ സന്തോഷത്തോടെ ഉണ്ണിയപ്പം കഴിച്ചു. ഇനി മുതൽ സഹായിക്കുന്ന നല്ല കുട്ടികളാകാമെന്ന് തീരുമാനിച്ചു.